ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സസ്വാഗതം. ഇന്ന് ഒരു ഫുൾ വൈറ്റ് മയത്തിൽ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇരിക്കുന്നത് ഒരു ബെയിലാണ്. കാലത്ത് എനിട്ടിപ്പോൾ വൈകി. അപ്പോൾ ട്രാമിലേക്ക് ഓടിക്കതച്ച് ശ്വാസം പിടിച്ചൂട്ടി. കാരണം വൈകിയാൽ ശരിയാവില്ല. ഇന്ന് കുറേ കണക്ക് കൂട്ടി വെച്ചേക്കുന്നുണ്ട്. പലരും പല പല സമയത്തിലൊക്കെ ഒരു പ്രത്യേക കണക്കൂട്ടലൊക്കെയാണ്. അപ്പോൾ ഓടിക്കതച്ച് വന്നപ്പോൾ നമ്മുടെ കാലത്തെ തള്ളാൻ പറ്റിയില്ല. അപ്പോൾ ട്രാം പിടിച്ചു, എത്തി. കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു സമയം 10 മണിയായിട്ടുണ്ട്. ജോലി തുടങ്ങിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. സന്തോഷം. അപ്പോൾ ഇന്ന് മോഡൽ ബേസ് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് നമുക്ക് വേറെ ബാക്ക് എൻഡ് പണിയാണ് കൂടുതൽ. ഇന്ന് 1-2 ബാഗ് വർക്ക് ചെയ്യുന്നുള്ളൂ. മുകളിലാണ് ആൾക്കാരെ ഞാൻ കൂടുതൽ ഇട്ടേക്കണേ. 10-12 ആൾക്കാരുണ്ട്. സോ ഇവിടെയാണ് മോഡൽ ഷൂട്ട് നടക്കുന്ന സ്ഥലം. ഞാൻ അതിൻ്റെ കൃത്യം നടുക്കാണ് ഇരിക്കുന്നത്. കാരണം മാർക്കിലാണ് കസേരയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. മോഡൽ ഷൂട്ട് ഇങ്ങനെയാണ് നടക്കുക. ഇവിടെ നിന്ന് കുറേ പ്രോസസ്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മുടെ നാട്ടിൽ കുറേ ഓൺലൈൻ ഷോപ്പിംഗ് നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാരുടെ പേരെടുത്ത് പറയാത്തതാണ്. അതിനകത്തേക്കൊക്കെ പ്രൊഡക്റ്റ് ഫോട്ടോസ് പോകുന്നത് നമ്മുടെ നാട്ടിലെ പോകുന്നില്ല. ഇത് ഇൻ്റർനാഷണലി പോകുന്ന ക്ലയൻറ്റുകൾക്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പം അത്രയാണ് കാലത്ത് തള്ളി മറിക്കുന്നത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ബ്രേക്കാണ്. ബ്രേക്കിന് നമ്മുടെ കൂടുള്ളവന്മാരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ഒരു ബേ ഇരിക്കുക, കണ്ടില്ലേ? ഒരു മോഡൽ ബേ. ഇവിടെ കിടന്നാണ് ഫുൾ പരിപാടികൾ. അവിടെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, കലാപരിപാടികൾ നടക്കുന്നു, തീരുന്നു, പോകുന്നു. ഇവിടെ നമുക്ക് 8 മോഡൽ ബേയും 2 പ്രൊഡക്റ്റ് ബേയും. മോഡൽ ബേ വേണമെങ്കിൽ പ്രൊഡക്റ്റ് ബേയും ആക്കും. ഫുൾ സിറ്റിംഗ് മൈ ഫുഡ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ, വാട്ട് ഡു യു ഹാവ് ഫോർ മീ ടുഡേ? അമ്പോ, വാട്ട് ഈസ് ദിസ്? എന്തോ സാധനം. എനിക്കുള്ളത് ഇവിടെ പകർത്തി വെച്ചേക്കുന്നു. പുള്ളിയുടെ ഭാര്യ എനിക്ക് കൂടി ഫുഡ് തരും. നല്ല പുള്ളിക്കാരി. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. എന്തായാലേ. പിന്നെ ബാക്കിയുള്ളവർ എവിടെയാണ്? ശാന്തി ഈസ് ഹിയർ, വിവൽ ഈസ് ഹിയർ. വിവൽ ഫേസ് കാണിക്കില്ല, പുള്ളിയുടെ എക്സ്പ്രഷൻസ്. പിന്നെ നമ്മുടെ ഡയാന സാർ ഇന്നുണ്ട്. ഡയാന ഇന്ന് ഹാപ്പി അല്ലേ? ഇന്ന് നല്ല പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഹാപ്പി അല്ലേ? ഓക്കെ. വേറെ നമ്മുടെ വലിക്കാരും കൂടി കാണിച്ചു തരാണ്ട് പറ്റില്ലല്ലോ. വലിക്കാർ ഇവിടെയാണ്. ഇവിടെ എല്ലാ ജോലി സ്ഥലത്തും വലിക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാവും. അവിടെയാണ് മെയിൻ വലിക്കാരുണ്ടാവുക. ചിക്കൻ ടിക്ക അപ്പോൾ ഇവിടെയുണ്ട്. ഇതിനകത്ത് 2 ആളെ വലിക്കുന്നുള്ളൂ. ഇവൾ കമ്പനിയോടൊക്കെ വന്നിരിക്കുന്നതാണ്. മണിക്കൂറുകൾ കടന്നു പോയി. അവസാനം നമ്മുടെ ഒഫീഷ്യൽ ബ്രേക്ക് വന്നിരിക്കുന്നു. അൺഒഫീഷ്യൽ കുറേ നടക്കുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ ബ്രേക്കായി. ഉച്ചസമയമായി, ഫുഡ് കഴിക്കേണ്ട സമയമായി. ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് പോർക്കേട്ടൻ. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടില്ല. നാളത്തേക്ക് കൂടി കറി ഉണ്ടാവും. നാളത്തേക്ക് ഡ്രൈ ഫ്രൈ ആവും. കണ്ടല്ലോ. അതും കുറച്ച് വിനീഗറിലിട്ട മുളകും കുറച്ച് ബീഫ് അച്ചാറും. ബീഫ് അച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഹോളണ്ടിൽ ബീഫ് അച്ചാർ കിട്ടൂല. നാട്ടിൽ നിന്ന് അങ്ങ് പാക്ക് ചെയ്ത് കൊണ്ടുവരാം. നല്ല മൊരിയിച്ച് ഇവിടെ കൊണ്ടുവരാം. എണ്ണയും വിനീഗറും ഒഴിക്കണ്ട, അത് ഇവിടെ ഒന്ന് ഒഴിക്കുന്ന രീതിയിൽ. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഓൾറെഡി എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് ചാനലിൽ കിടപ്പുണ്ട്, കയറി കണ്ടാൽ മതി. അപ്പോൾ ഇത് കഴിക്കണം. ഇത് കഴിഞ്ഞിട്ടൊന്ന് പോയി കുറച്ച് നേരം ഒന്ന് മയങ്ങണം. മയങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരം പറ്റിയൊന്ന് പഠിക്കാൻ നോക്കണം. ഇന്ന് എന്തായാലും മയങ്ങാണ്ട് വേറെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒരു ചെറിയൊരു, അതായത് ഇത് ഫുൾ ബിൽഡിങ്ങാണ്. ഇത് 4 സൈഡിലും ബിൽഡിങ്ങാണ്. എൻ്റെ നടുമുറ്റം എന്നൊക്കെ പറയും, അതേപോലത്തെ സെറ്റപ്പ്. ഇവിടെ നിറച്ച് ചെടികൾ, ഒരു ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ. ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്. അത് ശനി ഞായർ തുറക്കാറില്ല, അതുകൊണ്ട് അത് തുറന്നിട്ടില്ല. ഇവിടെ അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്നു, ഞാനും ഇവനും. ബാക്കിയുള്ളവർ വേറെ ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അവിടെ ഇരിക്കണം. ഞാനതുകൊണ്ട് ഇവിടെ ഇരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഇച്ചിരി കോളം വേനെടുക്കുന്നുണ്ട്. ഇവൻ വായ തുറക്കില്ല. അപ്പോൾ ഞാൻ ഇവിടെ ശാന്തതയിലിരിക്കുന്നു. മറ്റവരാണെങ്കിൽ കാറി പൊളിക്കും. അപ്പോൾ ഞാൻ ഇങ്ങടേക്ക് വന്നു, കഴിക്കുന്നു. അത്രയൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് കാണിച്ചില്ല അല്ലേ? ഒരു സ്പൂൺ പോർക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലക്ഷറി. നിങ്ങളെ ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ബ്രേക്കിന് പോകുന്നത് കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുണ്ട്.
എല്ലാവരും പോകുന്നതിന് മുന്നുള്ള ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒതുക്കി നല്ല വൃത്തിക്കാക്കി പോകുന്നത് കാണിച്ചിട്ടില്ലല്ലോ, അത് കാണിച്ചു തരാം. കാരണം പോകുന്ന സമയത്ത് ഭംഗിയില്ലെങ്കിൽ അടുത്ത വരുന്ന ടീം നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വിളിക്കും. അവനോട് ചോദിക്കോ ഔട്ട് ബൗണ്ട് പാലറ്റ്, ഇൻബൗണ്ട് അല്ല ഔട്ട് ബൗണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു മിനുക്കുമണിയിലാണ് ഇപ്പോൾ സ്റ്റുഡിയോ. എല്ലാവരും അവസാനത്തിൽ ഇതൊക്കെ വൃത്തിയായി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ. ഡോക്ടർ സേട്ടൻ ഇവിടെ ഈ പെട്ടി അവസാനത്തെ പാക്കിങ്ങിൽ തീർക്കുന്നു, അവരവിടെ അടച്ചു തീർക്കുന്നു, അവനവിടെ ഹാങ്ങറുകൾ കയറ്റുന്നു, ഇവള് പാക്ക് ചെയ്യുന്നു, വൃത്തിയാക്കി ഉണ്ടല്ലേ ഇവിടെ ഫുൾ ഇങ്ങനെ കയറ്റിയിടുന്നു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും. പിന്നെ ഒരാള് ഇതെന്തത് പ്രത്യേകതരം ചീപ്പൊക്കെ ചെന്തോ ചെയ്യുന്നു. വാട്ട് ആർ യു ഡൂയിങ് വിത്ത്? നൈസ് 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 നൈസ്, ഹാവ് ഫൺ. എന്തോ ഒരു പ്രത്യേകതരം ചീപ്പ് വെച്ച് മുടിയിരുന്നു. നോട്ട് റെഡി ടു പാക്ക്. ഓക്കെ, എന്താ ശരി, ഞാൻ നോക്കട്ടെ. കിട്ടണ അവസരങ്ങളൊക്കെ ഉപയോഗിച്ചോ, ഒന്നും നോക്കണ്ട. കാരണം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഈ കാലത്ത് ഒന്നും നടക്കില്ല. എന്ത് ജോലിക്ക് വേണമെങ്കിലും എക്സ്പീരിയൻസ് വേണം, എന്ത് കാര്യത്തിനാവട്ടെ സ്കിൽസ് വേണം. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഒന്നും നിങ്ങൾ കിടന്നുറങ്ങുന്നിടത്തേക്ക് വന്നിട്ട് കൊട്ടി എണീപ്പിച്ചിട്ട് അല്ലെങ്കിൽ തട്ടി എണീപ്പിച്ചിട്ട് വാ മോനെ നിനക്ക് അവസരം ഉണ്ടെന്ന് പറയാൻ പോണില്ല. കട്ടിലുമേന്ന് എണീക്കുക, തപ്പ തെണ്ട. ഇപ്പോൾ പാർട്ട് ടൈം ജോലിക്കാവട്ടെ, ഏതൊരു ഫീൽഡിലേക്കാവട്ടെ, എന്തിനാവട്ടെ, ഒന്ന് ശ്രമിച്ചു വിഷമിച്ചു, അല്ലെ കിട്ടിയില്ല വിഷമിച്ചു, കാര്യമില്ല. ആരും വന്ന് പിന്നെ വന്ന് നമ്മളെ എണീപ്പിക്കാനോ മോട്ടിവേറ്റ് ചെയ്യാനോ വരാൻ പോകണില്ല. നിങ്ങൾ തന്നെ എണീക്കണം, നിങ്ങൾ തന്നെ ഓടണം, നിങ്ങൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തേക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കിട്ടണത് വരെ. എന്ത് ഫീൽഡിലാവട്ടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഒരു പർട്ടിക്കുലർ ഏജ് വരെ. അത് കഴിഞ്ഞിട്ട് സെറ്റിലിങ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പം ഞാൻ പഠിക്കുന്ന ഫീൽഡ് വെറ്റിനറി, പക്ഷെ ഞാൻ ജോലി ചെയ്യണത് എൻ്റെ പോളർ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇത്രേ ഉള്ളൂ, പരമാവധി എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, എല്ലാ ഫീൽഡിലും പോയി ജോലി ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യുക, പരമാവധി എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എക്സ്പീരിയൻസ് മേക്സ് മെൻ പെർഫെക്റ്റ്. ജോലി കഴിഞ്ഞിറങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ല ടിക്കറ്റ് എടുക്കുന്ന സ്കീം, അത് ഇതിലാണ്. ക്യാഷ് കാർഡ് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. കോയിൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ, കാർഡാണെങ്കിൽ ഇവിടെ, ടിക്കറ്റ് അവസാനം ഇവിടെ വരും, ബാക്കി കാശുണ്ടെങ്കിൽ ഇവിടെ വരും, എടുക്കുക, സംഭവം എടുക്കുക, പോവുക. ലിക്വിഡ് ക്യാഷിൻ്റെ പരിപാടി ട്രാമിനുള്ളിൽ നടക്കില്ല. വൃത്തിയായിട്ടാണ്. പിന്നെ സൈലൻസർ ചെയ്യും കൂടിപ്പോയി. അപ്പോൾ ഇതിനകത്തോട്ടോ ടിക്കറ്റ് എടുക്കുക, മനസ്സിലായല്ലോ. ഇനി കണ്ടില്ല എന്ന് വേണ്ട, ചിലപ്പോൾ സിറ്റി മാറുന്നതനുസരിച്ച് ചിലപ്പോൾ കളറോ എന്തെങ്കിലുമൊക്കെ മാറും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാർഡ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അർബാൻ എന്തോ സംഭവം ഉള്ളൂ, അതിൻ്റെ പേര് പറഞ്ഞത് എന്തോ അർബാൻ, നിങ്ങൾ വെറുതെ ഗൂഗിൾ അടിക്കുമ്പോഴേക്കും അർബാൻ അടിക്കുമ്പോഴേക്കും കിട്ടും. അപ്പോൾ അവിടെ പോവുക, കാർഡ് എടുക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ സംഭവം കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോകട്ടെ. ഇനിയിപ്പോൾ ജോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലി കുഴപ്പമില്ലായിരുന്നു, സ്മൂത്ത് ഡേ, അല്ലാണ്ട് എന്ത് പറയാൻ പറ്റും. സമയം 7 മണി ആയിട്ടുള്ളൂ, വേഗം ഇറങ്ങി. ഇനി നമ്മൾ ഗൃഹത്തിലേക്ക് പോകുന്നു. അവസാനമായിട്ട് ഇറങ്ങാനുണ്ടായവൻ എന്ന് പറയുന്നത് ഇവനാണ്. ഇവനോട് നിന്ന് ശാപ്പാടടിക്കുന്നു, ഞാനും ശാപ്പാടടിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. എല്ലാവർക്കും ശുഭരാത്രി. അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. സിമ്പിൾ ഹംബിൾ ഡേ ആയിരുന്നു. ബൈ ബൈ.